10ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ. സത്യപ്രതിജ്ഞ ഇന്ന്. പട്നയിലെ ഗാന്ധി മൈതാനത്ത് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 11:30-നാണ് ഗാന്ധി മൈതാനത്ത് ചടങ്ങുകൾ നടക്കുന്നത്. ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാട്ട് ചൌധരിയും വിജയ് സിൻഹയും തുടരും. അതേസമയം ആഭ്യന്തര വകുപ്പിനെ ചൊല്ലി തർക്കം തുടരുകയാണ്. 10ാം തവണയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്രമന്ത്രിമാർ, BJP മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. നിതീഷ് കുമാർ മന്ത്രിസഭയിൽ BJPയിൽ നിന്ന് 16 മന്ത്രിമാരും JDUവിൽ നിന്ന് 14 മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് സൂചന. ചിരാഗ് പസ്വാന്റെ LJPക്ക് 3 മന്ത്രിസ്ഥാനവും HAM, RLM കക്ഷികൾക്ക് ഓരോ മന്ത്രിസ്ഥാനവും ലഭിക്കുമെന്നാണ് വിവരം. നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായികളായ വിജയ് ചൌധരി, അശോക് ചൌധരി, വിജേന്ദ്ര പ്രസാദ് യാദവ് എന്നിവർ മന്ത്രിമാരാകുമെന്ന് ഉറപ്പാണ്. അതേസമയം വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ്. ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന നിലപാടിലാണ് BJP. പകരം ധനകാര്യം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ നൽകാമെന്ന് അറിയിച്ചെങ്കിലും JDU തയ്യാറായിട്ടില്ല. അതേസമയം പട്നയിലെ ചരിത്രപ്രസിദ്ധമായ ഗാന്ധി മൈതാനത്താണ് നിതീഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിതീഷിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP നേതാവ് JP നദ്ദ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 243 സീറ്റുകളിൽ 202 എണ്ണവും തൂത്തുവാരി വൻ വിജയം നേടിയാണ് NDA അധികാര തുടർച്ച നേടിയത്. പ്രതിപക്ഷ സഖ്യത്തിന് വൻ തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്.